അത്യുജ്വല വിജയമാണ്. പക്ഷെ അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണ മികവ്. അതിനേക്കാളൊക്കെ ഈ SIR എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ഈ SIRൻ്റെ കൃത്യമായ ഒരു അതിൻ്റെ വെളിയിലോട്ട് വന്ന് കണ്ടത്, അതിൻ്റെ ഫലം കണ്ടത് ബീഹാർ ഇലക്ഷനിൽ. കാരണം 21 വർഷമായിട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഏകദേശം 58 ലക്ഷത്തോളം ആൾക്കാരെ അതിനകത്ത് മാറ്റി. മരണമടഞ്ഞവരുണ്ട്, ഇരട്ട വോട്ടുണ്ട്. എന്തിനാ? കുടിയേറി വന്നവർ, മറ്റ് ബംഗ്ലാദേശിൽ നിന്നും മറ്റേവരും കുടിയേറി കയറ്റിയവർ ധാരാളം പേരുണ്ടായിരുന്നു. ഇവരെ മുഴുവൻ മാറ്റിയപ്പോൾ ആർക്കും കണക്കൂട്ടൽ കറക്റ്റ് അല്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം എങ്ങനെ വരുമെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടെ SIR ഒരു കൊല്ലം മുമ്പ് നടത്തിയിരുന്നെങ്കിൽ ശരിയായ റിസൾട്ട് അറിയാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പില്ല. കാരണം ചെറിയ ചെറിയ വോട്ടുകൾക്ക്, 1 വോട്ടിന് 20 വോട്ടിന് 100 വോട്ടിന് തോക്കുന്നിടത്തൊക്കെ ഈ SIR വന്ന് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പട്ടിക ഒന്ന് ക്ലീനാക്കി ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില്ലറ വോട്ട് തോൽക്കുന്നതെല്ലാം മാറാൻ പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇരട്ട വോട്ടുകൾ, വ്യാജ വോട്ടുകൾ, കുത്തിക്കയറ്റിയവർ, ഈ മരണമടഞ്ഞവർ, ഇത് മുഴുവൻ മാറുമ്പോൾ യഥാർത്ഥ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് SIR നമ്മുടെ കേരളത്തിലും കൊണ്ടുവരാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതുകൊണ്ടാണ് ഈ കോടതിയിലോട്ട് എല്ലാവരും പോകാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നാൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും മാത്രമായിരിക്കും. കാരണം ഇതിൻ്റെ യഥാർത്ഥ നേട്ടം കിട്ടാൻ പോകുന്നത്, കാരണം ഒരു വ്യാജ വോട്ടോ കള്ള വോട്ടോ ഒന്നും കുത്തി കയറ്റാത്തത് BJPക്കാർക്ക് കിട്ടുന്ന വോട്ട്. പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് പ്രഖ്യാപനങ്ങളല്ല, അത് നടന്ന് കാണുകയാണ്. അവരുടെ അക്കൗണ്ടിൽ പണം വരികയാണ്, അവരുടെ ജീവിത നിലവാരം ഉയർന്നു കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഭാരതത്തിൽ BJP അല്ലാതെ മറ്റൊരു പാർട്ടിയും നമുക്കില്ല.